ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ ഞണ്ട് റോസ്റ്റാണ്. അതിന് നല്ല മെയിനായിട്ട് നമുക്ക് ഞണ്ട് വേണം. അതിന് ഞാൻ നല്ലൊരു 100-200 ഉണ്ടാവും ഞണ്ട്. എല്ലാം നല്ല വെട്ടി ക്ലീൻ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ എല്ലാ പാർട്സും ഒക്കെ വേറെയാക്കി, കാല് കൈ ഒക്കെ വേറെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ബൗളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ: ഒരു കപ്പോളം ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള. എന്നുവെച്ചാൽ ചെറിയ ഉള്ളി തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് കുറച്ച് വലിയ. നമുക്ക് വേണ്ടത് 2 വലിയ തക്കാളി, അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് തോനെ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. അതുപോലെ ഒരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് ആക്കിയിട്ടും ഇടാം, പക്ഷേ പേസ്റ്റിനേക്കാൾ നല്ല ടേസ്റ്റ് നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്ന, നന്നായിട്ട് പേസ്റ്റ് ആക്കുന്നതിനാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതും ഇതാണ്. കടയിൽ നിന്ന് അവർ ഈ പേസ്റ്റ് എല്ലാം ആക്കി വെക്കുന്നത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വിനീഗറെല്ലാം ഒഴിച്ചിട്ടാണ് അവർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പുളിപ്പ് രസവും കൂടി നമ്മളതിലുണ്ടാവും. നമ്മൾ എളുപ്പത്തിന് പോയി വാങ്ങുന്നതാണ്, പക്ഷേ നമുക്ക് അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി നമ്മൾ നാടൻ വെളിച്ചെണ്ണ. പിന്നെ അതിന് വേണ്ട മസാലകൾ: ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നന്നായിട്ട് ഫൈൻ പൊടിയാക്കി എടുക്കണ്ട, കുറച്ചൊരു ക്രഷായിട്ട് കുറച്ചൊരു തരിതരിയായിട്ട് എടുക്കുന്നതാണ് ഈ റോസ്റ്റെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നന്നാവുക. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, നമ്മുടെ സാധാരണ ചെറിയ ജീരകമില്ല അത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാത്രം വെച്ചു, നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ നിറച്ചൊഴിക്കുന്ന ടേസ്റ്റ്. ഇതിലൊന്നും പിശുക്ക് കാണിക്കേണ്ട, ഓരോ അസുഖവും വരില്ല. എല്ലാവരും വെളിച്ചെണ്ണ കൂടിപ്പോയി അസുഖം വരെ വെച്ചപ്പോൾ, പക്ഷേ നല്ല ടേസ്റ്റ് കഴിക്കണമെങ്കിൽ നല്ല വെളിച്ചെണ്ണയും വേണം. ഫസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് വരട്ടെ. മൂത്ത് വരാനല്ല, ഒന്ന് സോഫ്റ്റായിട്ട്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി നമ്മൾ ഇടുമ്പോൾ ആദ്യം ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത്. ചെറിയ ഉള്ളിക്ക് കുറച്ച് വേവ് ജാസ്തിയായിരിക്കും. വലിയ ഉള്ളി സവാള നമ്മൾ ഇട്ടാൽ അത് പെട്ടെന്ന് വഴന്ന് വരും. ചെറിയ ഉള്ളിക്ക് കുറച്ചൊരു കട്ടിയായിരിക്കും. ഇനി നമുക്ക് വലിയ ഉള്ളി ചോപ്പ് ചെയ്ത്, അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്ക് കുക്കാവാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ കറി ആയിട്ട് വരുമ്പോൾ നമ്മളോട് ആദ്യം എടുത്ത ഉപ്പിൻ്റെത് മറന്നു പോകരുത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. പൊതുവേ ഞണ്ട്, സ്ക്വിഡ് ഇതെല്ലാം കറി വെക്കുമ്പോൾ ഉപ്പ് സാധാരണ നമ്മൾ ഫിഷ് വെക്കുന്ന മാതിരി അത്ര ഉപ്പിൻ്റെ ആവശ്യം വരില്ല. അതിൽ തന്നെ കുറച്ചൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. ഈ ഷെല്ലുള്ള ഫിഷിലെല്ലാം കുറച്ച് ഉപ്പുണ്ടാവും എങ്ങനെയാലും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മീനെല്ലാം വാങ്ങിക്കില്ല, കഷ്ണം മീനെല്ലാം. അപ്പോൾ അതിനേക്കാൾ അതിന് ഉപ്പിടുന്ന മാതിരി നമ്മളിതിന് ഉപ്പിടരുത്. ഇത് നോക്കിയിട്ടേ ഇടാൻ പാടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഉപ്പ് അധികമായി പോകും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി മൂത്ത് വരും. വേപ്പിലിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. ഉള്ളിയെല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമ്മുടെ ചെറിയ ജീരകം, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, നമ്മുടെ കുരുമുളക് പൊടി,
കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ നിൽക്കുന്നതാണ് നമ്മളെ ഞണ്ട് റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മുളക് പൊടി ഞാൻ കൂടുതൽ എടുക്കുന്നത് എൻ്റെ മുളക് പൊടിക്ക് എരിവ് കുറവാണ്, അതിൻ്റെ കളറ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ ചേർക്കുമ്പോൾ കുറച്ച് കുരുമുളക് തന്നെ ജാസ്തി ചേർത്തോളൂ, അതാണ് ടേസ്റ്റ്. നമ്മൾ ഗരം മസാല, ലാസ്റ്റ് നമ്മൾ മുളക് പൊടി. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ നല്ല മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും റൂമിൽ നിൽക്കാൻ പറ്റില്ലത് കുഴഞ്ഞിട്ട് ചുമ വരും. അതുകൊണ്ട് സ്റ്റൗവിൽ കുറച്ച് വെക്കുക, എന്നിട്ട് തക്കാളി ചേർക്കാം. തക്കാളിയും ഇനി നന്നായിട്ട് കുക്കാവും. അപ്പോൾ അതിന് കുറച്ച് സമയം നമുക്കിത് മൂടി വെക്കാം. അപ്പം നമ്മൾ എങ്ങനെയുണ്ട് നോക്കാം. മസാലയില്ല നല്ലോണം എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ല വഴന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മെയിൻ താരത്തിനെ ഇതിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഞണ്ടെല്ലാം ഇതിൽ ചേർത്ത് നമുക്ക് ഈ മസാല എല്ലാം, നമ്മൾ ഉപ്പിട്ടില്ല, ഉപ്പ് നമ്മൾ ഫസ്റ്റ് കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് വേണം ഇടാൻ. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ടിടാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പം നമ്മളെ ഞണ്ടിലെ മസാലയെല്ലാം നല്ല പുരട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം, എന്ന് വെച്ചാൽ റോസ്റ്റാക്കിയാണ് നമ്മൾ എടുക്കുന്നത്, അധികം വെള്ളം ഇല്ലാതെ വരട്ടിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് വേവാൻ വേണ്ട കുറച്ച് വെള്ളം. ലാസ്റ്റ് നമ്മളത് ആയിട്ട് വരുമ്പോൾ തീരെ ഇതിൻ്റെ അകത്ത് ഗ്രേവി വേണ്ടവർക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു പുരട്ട് മാതിരിയാണ് എടുക്കുന്നത്, വെള്ളമില്ലാതെ. അപ്പോൾ അത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഫിഷെല്ലാം ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വേവിക്കുമ്പോഴാണ് അതിൻ്റെ ജ്യൂസെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ട്, ഈ ഞണ്ടിലെല്ലാം അതിൻ്റെ ആ ജ്യൂസ് ഉള്ളിലേക്ക് നിന്ന് ഇറങ്ങി വന്നാലാണ് നമ്മൾ ഈ ഗ്രേവിക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കുക്കായിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. ഉള്ളിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ മാംസെല്ലാം ഒരു മാതിരി ഹാർഡായിട്ടുണ്ടാവും, ആ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിച്ചിട്ട് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. അത് മതി. അപ്പോൾ ആ വെള്ളത്തിന് ചെറിയ തീയിൽ വെന്തോളും. നമുക്ക് മൂടി വെച്ചിട്ട് നന്നായി ഈ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. നമ്മളൊന്ന് ചൂടാകുമ്പോൾ തിളച്ച് വരുമ്പോൾ ഞണ്ട് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിന് ഇത് കുക്കായിക്കോളും. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മൾ ഞണ്ട് വെന്തോന്ന് നോക്കാം. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. വറ്റി തോന്നിയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് പരിവായുണ്ട്. ഈ ഞണ്ടൊന്നും നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. പക്ഷേ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള മാംസമെല്ലാം നന്ന് വെന്തിട്ടുണ്ടാവും. കൂടുതൽ സമയം നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതനുസരിച്ച് അത് നല്ല ഹാർഡായിട്ട് വരും. ഇത് ഞണ്ട്, പ്രോൺസ് എല്ലാം അങ്ങനെ തന്നെ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവിയും കൂടി ഒന്നും കൂടി ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിൽ കുറച്ച് കറിവേപ്പില മേലിട്ട് കുറച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയോടെ മേലെ ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് മേലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ ഒരു ചൂടിൽ കറിവേപ്പിലെല്ലാം ഈ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാകുമ്പോൾ നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റും വരും. ഇത് നമ്മുടെ കപ്പേൻ്റെ കൂടെയും
നല്ല പുഴുങ്ങിയ നമ്മളെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തീൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല എരിവും നല്ല കുരുമുളകിൻ്റെ എരിവും നമ്മളെ വെളിച്ചെണ്ണയിലെ ഫ്ലേവറും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്യണം, മിസ് ചെയ്യരുത്. എന്തായാലും ചെയ്ത് നോക്കണം. ഈ രീതിയിൽ അടിപൊളി ടേസ്റ്റാണ്.